അതെന്താ അല്ലെങ്കിൽ കൃഷ്ണദാസ്, ബിജെപിയുടെ സാനിരാജ വയനാട് മണ്ഡലത്തിൽ അതിസ്വാധീനമുള്ള നേതാവാണോ? അല്ല, അവർ ജയിക്കേണ്ട ആളല്ലേ? അങ്ങനെ അല്ല എന്നാണോ? അല്ല, എന്റെ അഭിപ്രായത്തിൽ അവർ അവരങ്ങനെ ഒരു ഇലക്ട്രൽ വിജയത്തിന്റെ ചരിത്രമുള്ള ഒരു നേതാവല്ല. അവർ കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് ഇന്ത്യ അവരറിയുന്നത്. അല്ല, അങ്ങനെ ഒരു സ്വയം പ്രഭാവം കൊണ്ട് ജയിച്ച ഒരു ചരിത്രമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ സ്ഥിരമായി മത്സരിക്കുന്നു, അങ്ങനെ ജയിക്കുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ശ്രീ സമ്പത്ത് പറയട്ടെ, രാഹുൽ ഗാന്ധി എവിടെയാ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്വന്തം പ്രഭാവം കൊണ്ട്? സജീന്ദ്രൻ പറയട്ടെ, സ്വന്തം പ്രഭാവം കൊണ്ട് മണ്ഡലം സൃഷ്ടിച്ച ആളാണോ രാഹുൽ ഗാന്ധി? രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഉണ്ടോ? കോൺഗ്രസിന് സ്ഥിരമായുള്ള മണ്ഡലങ്ങളുണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മുതുമുത്തച്ഛന്മാരായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു, ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വയനാട് അതുപോലത്തെ ഒരു മണ്ഡലമാണെന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ തവണത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സഖ്യം അന്നുമുണ്ട്. അതായത് കോൺഗ്രസ് ഭരണം, BJP വരരുത് എന്ന് വിചാരിക്കുന്ന നേതൃത്വം അന്നും ദേശീയ തലത്തിലുണ്ട്. അന്നത്തെ പ്രത്യേകത, കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജയിക്കണം എന്നൊരു ആവേശമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷെ ഈ അതെങ്ങനെയാണ്? തവണ എൽ ഡി എഫിന്റെ അതുണ്ടോ സഹായം ഉണ്ടാവും. എന്നുള്ളത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ. നമുക്കറിയാമല്ലോ അവിടെ എന്താ സംഭവിക്കണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം സൂചിപ്പിച്ചത്. ഈ തവണയും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ്. ഈ തവണ അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മറ്റൊന്ന്, ഇടതുപക്ഷം അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നം. കഴിഞ്ഞ തവണ അവർ അത് പരോക്ഷമായി അംഗീകരിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയാണ് നേതാവ് എന്നുള്ളത്. ഈ തവണ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ പറയട്ടെ, അവർക്ക് പറയാമല്ലോ അവരുടെ നേതാവ് ആരാണെന്നുള്ളത് പാർലമെന്റിൽ വരുമ്പോൾ. അങ്ങനെ ഒരു നേതാവിനെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു സംവിധാനം അവർക്കുണ്ടോ എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശ്രീ CPM-ന്റെ പ്രതിനിധി ഉണ്ടല്ലോ ചർച്ചയിൽ, സമ്പത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് പറയാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് MP ആയി ജയിക്കാനുള്ള ഒരു മണ്ഡലം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ ജയിക്കാൻ അനുവദിക്കേണ്ടത് ആരാണ്? ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ ഔദാര്യത്തിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ കഴിയൂ. കാരണം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ മത്സരം നടക്കുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള രാജ്യം ഭരിക്കുന്ന, ഇനി ഭരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം, പ്രത്യേകിച്ച് 400-ലധികം സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയോടാണ് മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന്റെ ഒരു MP ജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് MP-മാർക്ക് ജയിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ കൃഷ്ണദാസ്, പറയുന്നില്ല. ഇത് കഴിഞ്ഞ രാഷ്ട്രീയമാണ്. തവണത്തെ 2014 വോട്ട് ശതമാനം കുറവായിരുന്നു 2019 NDAക്ക്. അതേക്കാൾ വോട്ട് കൂട്ടുക എന്നതിനപ്പുറം നിങ്ങളും രാഹുൽ ഗാന്ധി തമ്മിലാണ് വയനാട്ടിൽ മത്സരം എന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ്? ജിംസെ, മണിപ്പൂരിൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ബംഗാളിലും മണിപ്പൂരിലൊക്കെ. അതായത് CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ബംഗാളിൽ ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത സമയത്താണ് BJP മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. ഇനി ത്രിപുരയിൽ ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ സംസ്ഥാനത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കുന്ന തരത്തിൽ ജനമുന്നേറ്റം ഉണ്ടായത്. അപ്പൊ കേരളത്തിന്റെ അല്ല, രാഷ്ട്രീയത്തിൽ നടക്കുന്ന സുരേന്ദ്രൻ, ഈ അങ്ങ് ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങേക്ക് മനസ്സിലായില്ലേ ഈ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം എന്ന്, ഒരു BJP കാരനായി? NDA ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം, ഇപ്പോഴും അതാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മൂവാറ്റുപുഴയിൽ PC തോമസ് NDA സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടില്ലേ? പാർലമെന്റിലേക്ക് ജയിച്ചിട്ടില്ലേ? കേരളത്തിൽ നിന്ന് ജയിക്കില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് NDA-യുടെ സ്ഥാനാർത്ഥിയായി PC തോമസ് ജയിച്ചിട്ടില്ലേ?